C#.netന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് C#ൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. C#ൽ നമ്മൾ പലതരത്തിലുള്ള ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രിങ് ആയിട്ടുള്ള നെയിം പോലെയുള്ള വേരിയബിൾസ്, സിംഗിൾ ക്യാരക്ടർ, മൾട്ടിപ്പിൾ ക്യാരക്ടർ ഉള്ള വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെസിമൽ പോയിന്റുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പലതരം ഡേറ്റകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾസിന് ഡിഫറെൻറ്റ് ടൈപ്സ് വേരിയബിൾസ് ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഈ ബൈറ്റ്, ക്യാർ, സ്ട്രിങ് ഇതെല്ലാം C#ൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ആണ്. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബൈറ്റ് എന്താണെന്ന് നോക്കാം. ബൈറ്റ് 0 to 255 ഈ ഒരു റേഞ്ചിലുള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ബൈറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു കൺസോൾ ആപ്ലിക്കേഷനാണിത്. ഇതിനകത്ത് നെയിം സ്പേസ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മെയിൻ മെത്തേഡ് ഉണ്ട്. നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അത് റൺ ചെയ്യുമ്പോൾ ആദ്യം ഹിറ്റ് ആകുന്നത് മെയിൻ മെത്തേഡിലായിരിക്കും. അപ്പോൾ നമ്മുടെ കോഡ് നമുക്ക് മെയിൻ മെത്തേഡിനകത്ത് എഴുതണം. നമുക്ക് ബൈറ്റ് എന്താണെന്ന് നോക്കാം. ബൈറ്റ് ഒരു ഏജ് സ്റ്റോർ ചെയ്യാൻ, ഒരാളുടെ ഏജ് എന്തായാലും ചെറിയ വാല്യൂസ് നമുക്ക് ബൈറ്റിൽ സ്റ്റോർ ചെയ്യാം. ഏജ് ഒരു 45 എന്ന് സ്റ്റോർ ചെയ്യാം. ഇനി നമുക്കിത് കൺസോളിൽ ഇതിൻ്റെ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ നമുക്ക് ഈ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ മാക്സ് വാല്യൂ, മിൻ വാല്യൂ എങ്ങനെയാണ് കൺസോളിൽ റൈറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് ബൈറ്റ് ഡോട്ട് മാക്സ് വാല്യൂ എന്നൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ നമ്മളൊരു പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യണം. നമുക്ക് ആ വാല്യൂ, ഈ വാല്യൂ നമുക്ക് കൺസോളിൽ റൈറ്റ് ചെയ്യണം. അതുകൊണ്ട് സെമിക്കോളൻ. ഇതുപോലെ തന്നെ നമുക്കിവിടെ മിൻ വാല്യൂ റൈറ്റ് ചെയ്യാൻ പറ്റും. മിൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു ഡേറ്റ ടൈപ്പിൻ്റെ മാക്സ് വാല്യൂ, മിൻ വാല്യൂ നമുക്ക് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കൺസോളിൽ റീഡ് ചെയ്യാനുള്ള കോഡും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് മിൻ വാല്യൂ 0, മാക്സ് വാല്യൂ 255 കിട്ടി. ഓക്കെ, ഇതാണ് ബൈറ്റ്. അതുപോലെ തന്നെ ഇമേജ് ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബൈറ്റ് യൂസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. ഇതൊരു സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നമുക്കത് നോക്കാം. ക്യാർ ഒരു എ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് എപ്പോഴും സിംഗിൾ കോട്ട്സിലായിരിക്കണം ക്യാരക്ടർ കൊടുക്കേണ്ടത്. ഈ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ. ഇവിടെ നമുക്കൊരു എയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എറർ അടിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡബിൾ കോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അതും എററാണ്. സിംഗിൾ ക്യാരക്ടേഴ്സ് മാത്രമേ ക്യാർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിൽ പറ്റുള്ളൂ. നെക്സ്റ്റ് ഡേറ്റ ടൈപ്പ് ന്യൂമറിക്ക് രണ്ട് തരമുണ്ട്. വിത്ത് ഡെസിമൽ, വിത്തൗട്ട് ഡെസിമലുള്ള ന്യൂമറിക്കും ഉണ്ട്, നമ്പർ വിത്ത് ഡെസിമലും ഉണ്ട്. നമുക്ക് ആദ്യം വിത്തൗട്ട് ഡെസിമൽ നോക്കാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ആണ് ഇൻറ്റ് 16, ഇൻറ്റ് 32, ഇൻറ്റ് 64. ഇതുപോലെ തന്നെ ഇതിനകത്ത് സൈൻഡ്, അൺസൈൻഡ് ഉണ്ട്. സൈൻഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് ടു പോസിറ്റീവ്, അതിന് ഉള്ളിലുള്ള നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പാണ് സൈൻഡ്. അതുപോലെ അൺസൈൻഡ് എന്ന് പറയുമ്പം നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല, 0 to ഒരു ലിമിറ്റ് ഉണ്ടാവും. നമുക്ക് ആ മാക്സ് ലിമിറ്റും മിൻ വാല്യൂവും ഈ കൺസോൾ ആപ്ലിക്കേഷനിൽ ഇതുപോലെ തന്നെ ഇൻറ്റിജറിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻറ്റ് 16
നമ്പർ കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഇൻഡ് 16 ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇൻഡ് 16 മിൻ വാല്യൂ മാക്സ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ഇൻഡ് 16 ലിമിറ്റ് നമുക്കിവിടെ കിട്ടി. ഇതുപോലെ തന്നെ എല്ലാ ഡേറ്റ ടൈപ്പിൻ്റെയും ലിമിറ്റ് നമുക്ക് ഇങ്ങനെ നോക്കാവുന്നതാണ്. ഇൻറ്റിജർ വാല്യൂസ് ഇതുപോലെ തന്നെ ഇൻഡ് 16 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഷോർട്ട് എന്നാണ് ഇൻഡ് 16 ഷോർട്ട് എന്നും പറയാറുണ്ട്. അതുപോലെ അൺസൈൻഡ് ആണെങ്കിൽ യു ഇൻഡ് 16 ആണ്, അതിന് യു ഷോർട്ട് എന്നും പറയാറുണ്ട്. അതുപോലെ ഇൻഡ് 32 നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻഡ് ഡേറ്റ ടൈപ്പാണ്. ഇൻഡ് 64 ആണെങ്കിൽ ലോങ്. ഈ ഡേറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഈ 0 to 255 റേഞ്ചിലൊക്കെ ഉള്ളതാണെങ്കിൽ ബൈറ്റ് യൂസ് ചെയ്താൽ മതിയായിരിക്കും. വലിയ നമ്പേഴ്സ് ആണെങ്കിൽ മാത്രം ലോങ് ഒക്കെ യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഡെസിമൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഫ്ലോട്ട് ആകുമ്പം 7 ഡെസിമൽ പ്രിസിഷൻ ആണ്. ഫ്ലോട്ട് നമുക്ക് നോക്കാം ഫ്ലോട്ട് എങ്ങനെയാണെന്ന്. ഫ്ലോട്ട് ഒരു നമ്പർ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 എഫ് എന്ന് യൂസ് ചെയ്യണം നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യുമ്പോൾ. ഇനി ഇതുപോലെ തന്നെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 7 പ്രിസിഷൻസ് ഉള്ളതിന് വേണ്ടി ഫ്ലോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 16 പ്രിസിഷൻസ് ഉള്ള നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡബിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 29 വലിയ നമ്പേഴ്സ് കുറച്ചുകൂടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 29 പൊസിഷൻസ് ഉള്ള നമ്പർ വരെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് ഡെസിമൽ എന്നുള്ള ഡേറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ബൂളിയൻ ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രൂ ഫോൾസ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വാല്യൂ ട്രൂ കിട്ടി, എന്നിട്ട് അത് നമുക്കൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ഡേറ്റ ടൈപ്പായിട്ട് ബൂൾ യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ബൂളിയൻ നമുക്കൊരു വാല്യൂ ട്രൂ, ഇതാണ് ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡേറ്റ് ടൈം നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പാണ്. ഡേറ്റ് ടൈം ഇത് തന്നെ നമുക്ക് നോക്കാം. ഈ കറണ്ട് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് കിട്ടാനുള്ള ഒരു മെത്തേഡാണ് ഡേറ്റ് ടൈം ഡോട്ട് നൗ. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ടുഡേ ഡേറ്റ് എന്ന് കൊടുക്കാം. ഇനി ഈ ഡേറ്റ് ടൈം പ്രിന്റ് ചെയ്യാം. നോക്കട്ടെ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇന്നത്തെ ഡേറ്റ് നമുക്ക് കിട്ടി. ഇതാണ് ഡേറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ ടൈപ്പ്. ഈ നെക്സ്റ്റ് സ്ട്രിങ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പാണ്. നമ്മുടെ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇതൊക്കെ ഇതിനു വേണ്ടിയുള്ള ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനുള്ള ഡേറ്റ ടൈപ്പാണ് സ്ട്രിങ്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യുകയാണ്. എപ്പോഴും ഡബിൾ കോഡ്സ് യൂസ് ചെയ്യണം സ്ട്രിങ് യൂസ് ചെയ്യുമ്പോൾ. ഫസ്റ്റ് നെയിം സെമിക്കോളൻ. ഓക്കെ. ഇനി ഈ സ്ട്രിങ് യൂസ് ചെയ്യുമ്പം നമ്മൾ റിയൽ ടൈം പ്രോജക്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് നെയിം ആണെങ്കിൽ ഫസ്റ്റ് നെയിം എന്ന് തന്നെ ആ വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ഫസ്റ്റ് നെയിം എന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ
പിന്നീട് വന്ന് അത് ഈ പ്രോജക്റ്റ് ഒരു റിയൽ ടൈം പ്രോജക്റ്റ് ആണെങ്കിൽ പിന്നീട് വന്ന് അത് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അതിന് ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ വേറെ ഒരാൾ റിവ്യൂ ചെയ്യുമ്പോൾ ആണെങ്കിലും എന്താണോ ആ വേരിയബിൾ ഉദ്ദേശിക്കുന്നത്, എന്താണോ അതിൻ്റെ ഫങ്ഷണാലിറ്റി, അത് വെച്ചിട്ട് ആ വേരിയബിളിന് നെയിം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പം നമുക്കിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്, അതിനകത്ത് ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ആവറേജ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ ആ വേരിയബിളിൻ്റെ നെയിം ആവറേജ് എന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് തന്നെ പിന്നെ അത് ഒന്ന് റെഫർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നീട് വന്ന് എന്തെങ്കിലും ഇഷ്യൂ ഫിക്സ് ആണെങ്കിലും നോക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം എല്ലാ ഡേറ്റാ ടൈപ്പും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.